ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതെ, ഇപ്പം ഞങ്ങൾ എണീറ്റിട്ടേ ഉള്ളൂ. ദച്ചുമോളും എണീറ്റു. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഇന്നപ്പം ദച്ചുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ ആക്ച്വലി എണീക്കണതിന് മുമ്പേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെക്കാട്ടിലും മുമ്പേ ദച്ചു എണീറ്റു. ദച്ചുവാണ് എന്നെ എണീപ്പിച്ചത്. ഇപ്പോൾ സൺഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റ് 9 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എണീറ്റ് വെള്ളമൊക്കെ തെപ്പിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പം വഴിയെ കാണാം. ദച്ചുമോള് കുറച്ച് നേരം ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് ഞാൻ ദച്ചുമോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ മാവുണ്ട്, ദോശ ചുട്ടാൽ ഒരു പാട്ടായിക്കോട്ടെ എന്നാലും പാട് പാട് വിജയ മാറ്റം വെച്ച് വന്നാണ്. ആക്കി തരാം കേട്ടോ. ദോശ ഇത് ദോശ നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യണം. ഇത് ചൂടാണ്. ഈ ദോശയാണ് ദോശ. എന്നുള്ളിൽ പൂക്കാലം പാട്. എന്തൊരു ചേലാണ് പാട്. ഭാവിയിലെ ഒരു ഗായികയാകാം ദച്ചുമോള് അല്ലേ? അല്ലേ കണ്ണ? തോട്ടായില്ല, ദച്ചുവിനായി. അമ്മ തരാട്ടോ. ചൂട് അപ്പോൾ ഇതേ ദച്ചുവിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ദോശയും പഞ്ചസാരയാണ് അവൾ കൂട്ടുന്ന, ഗോതമ്പ് ദോശയുടെ കൂടെ. സാമ്പാറുണ്ട്, പക്ഷേ എരിവ് കാരണം അവളധികം കൂട്ടില്ല സാമ്പാറൊന്നും. അതിനകത്ത് പൊട്ടറ്റോയും ക്യാരറ്റിലൊക്കെ കൊടുത്തപ്പോൾ എരിവ്, അതുകൊണ്ട് പിന്നെ പഞ്ചസാര എടുത്തു, അല്ലെങ്കിൽ എൻ്റെ ദോശയെ കഴിക്കില്ല. പിന്നെ ഞാൻ എന്ത് പാലും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കഴിച്ചോളും. ഇതോ റെഡിയായി നിൽക്കുന്നുണ്ട് ആൾ. ഇതെന്താ കണ്ണ? ഇതെന്താ? അപ്പം ഞാൻ ദച്ചുവിന് ഫുഡെല്ലാം കൊടുത്തു. അപ്പം അവളവിടെ ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഉണ്ടാക്കാനുള്ള എനർജിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചടപ്പടി ഇന്നൊരു എഗ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, കുറേ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഒറ്റ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാമല്ലോ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഷാൻജിയോ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് പുള്ളി പറയണത് കറക്റ്റ് മനസ്സിലാവും, സക്സസ് ആവാറുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം ദച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ഉണ്ട്.
ഇതാ ഇവിടെ ഇരിക്കണ്ട ആശാത്തി. മമ്മ ഉണ്ടാക്കട്ടെ അമ്മ? എന്തേ എന്തേ ഇഡ്ഡലിയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ. അമ്മ എഗ് റൈസ് ഉണ്ടാക്കി തരാം തെച്ചൂന്. ഉദ്ദില് മതിയോ? ഉദ്ദിലേക്ക് മാവ് അരയ്ക്കണ്ടേ? ഇത് എന്നിട്ട് ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതേ പഴം കൊടുക്കുകയാണ്. വാശി പിടിച്ചിരിപ്പാണ്. എൻ്റെ ചീത്തയൊക്കെ കേട്ടിട്ട് സങ്കടത്തിലിരിക്കുകയാണ്. പഴം തനിയെ കഴിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുകയാണ്. അല്ലേ ദച്ചോ? ദച്ചു ഈസേ ദച്ചോ പറയേ കുഞ്ഞി. മിണ്ടില്ല, പിണങ്ങി അവൾ ഇച്ചിച്ച് കുട്ടിയാണ്, പറഞ്ഞാൽ ഒന്നും കേൾക്കാത്ത കുട്ടിയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും, വലിയ പ്രശ്നമൊന്നുമില്ല. വാശി പക്ഷെ ഭയങ്കര വാശിയാണ്. 3 കഴിഞ്ഞ 4 കഴിഞ്ഞ 5 കഴിഞ്ഞ 5 കഴിഞ്ഞ എന്താ? 5 കഴിഞ്ഞ എന്താ? 4 6 മറന്നു പോകും തെച്ചുമോള്. ഇടയ്ക്ക് ഒന്ന് തുടക്കം ഒന്ന് കൊടുക്കണം, അപ്പം പറയും. ബാക്കി ഞങ്ങൾ വയ്യെ പഠിക്കും അല്ലേ? പതിയെ പതിയെ ഞങ്ങൾ പഠിക്കും. മിണ്ടുന്നില്ലേ? മിണ്ടോ? ദച്ചൂസേ ബാഡ് ഗേൾ എന്നും പറഞ്ഞ് പഠിച്ചേക്കോ. അതിന്റെ മീനിങ് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ക്ലിക്കായിട്ടില്ല. ഗുഡ് ഗേൾ എന്ന് പറയൂ. ഗുഡ് ഗേൾ ആ നല്ല കുട്ടി, ബാഡ് ഗേൾ ഇച്ചിച്ചു കുട്ടി. അപ്പോൾ അതായത് ഞങ്ങളുടെ കുറച്ച് പ്ലേ ടൈമാണ്. ചുമ്മാ അവളെ ഇക്ലിയാക്കി ഉമ്മച്ചൊക്കെ കളിക്കുക, അത്രയൊക്കെ തന്നെ. മുട്ടയുണ്ടോ? വാ എന്നാലും ഞാൻ തെച്ചൊട്ടിയാ. പന്ത്രണ്ടര എനിക്ക് ഒരു വശം തെച്ചു ചോറ് വേണം പറഞ്ഞുകൊണ്ട് ഞാൻ ചോറെടുത്തു. അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചു വന്നിട്ട് ഇതേ തനിയെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എണീക്കുള്ളൂ. എണീറ്റ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും മൂടെന്നറിയില്ല, നോക്കാം. ഇനി നമുക്ക് തെച്ചു എണീറ്റിട്ട് കാണാം. തെച്ചു ഉറക്കൊക്കെ എണീറ്റു കുളിച്ചു. ഇതിപ്പോൾ കുളിച്ചുള്ളൂ ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് നടക്കാൻ പോകണം. കൊക്കാച്ചി പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ് ഉദ്ദേശിച്ചത്. കൊക്കാച്ചി എന്നാണ് പറയുന്നത്. ഓ തീർന്നു പോയോ? വേറെ മേച്ചാൻ പോവാ? വണ്ടിയിലോ? ഈ വണ്ടിയിലാണോ മേടിക്കാൻ പോണേ? ഞാനല്ലേ പിടിച്ചോണ്ട് വന്നത്, എനിക്ക് താമ അപ്പം ദേ കളിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരുപാടൊന്നും കഴിഞ്ഞില്ല. അതിന് മുമ്പ് കയറി വീട്ടിലേക്ക്. അപ്പോൾ അവൾ ഉറങ്ങി എണീറ്റിട്ട് പാലോ അങ്ങനത്തെ ഒന്നും കുടിച്ചൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ വന്ന ഉടനെ പാല് കൊടുക്കുകയാണ്. ബാധിച്ചോ പാലൊടിക്ക്. തണുത്ത പാല് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരുപാട് തണുപ്പില്ല, എന്നാലും ചെറിയ തണുപ്പുണ്ട്. ഇങ്ങോട്ട് ബാധിച്ചോ.
അച്ഛൻ എങ്ങോട്ട് പോയി? എന്നാ പാല് കുച്ചോ വെച്ചോ? ദച്ചുൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡേയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഈവനിങ് വാക്ക് എപ്പോഴും ഒന്നും പോസിബിൾ ആവാറില്ല. ചില സമയത്ത് മാത്രമാണ് ഈവനിങ് വാക്കിനൊക്കെ പോകാറുള്ളത്. ചിലപ്പോൾ ഞങ്ങൾ പോകാറില്ല, അതുമാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും എല്ലാ ഡേയിലും. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ അതും എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ. ടിയോ ടിയോ ടിസുക്ക് ടിസുക്ക്. പോയിട്ട് വന്നു. പൊക്കാച്ച മേടിച്ചില്ല, അച്ഛൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ മേടിച്ചില്ലേ? ആണോ? അച്ഛൻ മേടിച്ചിട്ട് വരും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പാല് കുടിച്ചു. അതെ, എവിടെ കണ്ടി? അതോ കണ്ടേ? അയ്യോ, ദച്ചുവിനെ കാണാനില്ലല്ലോ. അയ്യോ, ദച്ചു മോളെ എവിടെ? അമ്മയുടെ മോളെ എവിടെ? ആ കണ്ട്. പിന്നെ ഞാൻ ചുമ്മാ അവളുടെ കൂടെ ഒളിച്ചേ കണ്ടേ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡിന്നറൊക്കെ കൊടുത്തു. അങ്ങനെയല്ല, വിട് വിട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം വെച്ചുറങ്ങി. പിന്നെ ഞാനത് വിട്ടുപോയി വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തിൽ ഇച്ചിരി കുക്കിങ്ങും പിന്നെ അല്ലാണ്ട് ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ വൈൻഡ് അപ്പ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ദച്ചുവിൻ്റെ ഒരു ഡേ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഹൈദരാബാദ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരാനില്ല. പിന്നെ വരുവാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ അത് ആഡ് ഓൺ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ദച്ചുവിൻ്റെ ഡേ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ പറഞ്ഞേ.